പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, സത്യമറിയുവാൻ ധൈര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ സ്വാഗതം. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവായി ഒരുപക്ഷെ മനഃപൂർവ്വമായി അവഗണിച്ചു വച്ചിരിക്കുന്നതും അതേസമയം തന്നെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു വലിയ മർമ്മത്തെയാണ് നമ്മുടെ അന്വേഷണത്തിന് വിധേയമാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അത് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്കത് മനഃപ്പാഠമാണ്. അതിൻ്റെ പശ്ചാത്തലവും നമുക്ക് സുപരിചിതമാണ്. കാനാവിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് നിലച്ചു പോയപ്പോൾ യേശുവിൻ്റെ മാതാവ് ആ ഒരു അവസ്ഥയെ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ മുഖത്തടിക്കുന്നത് പോലെ യേശു പ്രതികരിക്കുന്നത് നമുക്കറിയാം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമാനതയില്ലാത്ത വാക്കുകളാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു മകനും തൻ്റെ അമ്മയോട് ഇപ്രകാരം ചോദിച്ചിരിക്കാൻ വഴിയില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അമ്മേ അമ്മേ എന്ന് പോലും പറയുന്നില്ല, സ്ത്രീയെ. ഇത് എന്തുകൊണ്ടോ പല ക്രിസ്ത്യാനികൾക്കും ദഹിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ മാത്രമല്ല, ഭൂലോക തലത്തിൽ. അതുകൊണ്ട് ഈ ഭാഗത്തെ വളരെ വികൃതമായിട്ടാണ് പല ഇംഗ്ലീഷ് വേദപുസ്തകത്തിലും തർജ്ജിമ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ അനേക ഉദാഹരണങ്ങളുണ്ടെങ്കിലും 4 വേദപുസ്തക തർജ്ജിമകളെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടേണ്ടതിന് മാത്രം ഞാൻ ആദ്യമായി ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ, ഇപ്പോൾ അധികം ആളുകളും അതാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇത് അമേരിക്കൻ ബൈബിളാണ്, വളരെ ലളിതമായ ഭാഷയാണ് എന്നതുകൊണ്ട് എല്ലാവർക്കും എന്നോട് താല്പര്യമാണ്. അപ്പോൾ ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എപ്രകാരമാണ് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് ഇപ്രകാരമാണ്: വുമൺ, വൈ ഡു യു ഇൻവോൾവ് മീ? സ്ത്രീയെ, നീ എന്നെ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്? എനിക്കിതുമായിട്ട് വല്ല ബന്ധമുണ്ട്? മൈ ആർ ഹാസ് നോട്ട് കം, എൻ്റെ സമയം വന്നില്ലല്ലോ. അർത്ഥം 100% മാറിപ്പോയി. രണ്ടാമതായിട്ട് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ബൈബിളുണ്ട്. അതിൽ ഇപ്രകാരമാണ് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്: ഡിയർ വുമൺ, ഇറ്റ്സ് നോട്ട് ആർ പ്രോബ്ലം. സ്ത്രീയെ, ഇത് നമ്മുടെ പ്രശ്നമേ അല്ല, നീ എന്തിനാണ് എന്നെ ഇതിനകത്ത് ഏർപ്പെടുത്തുന്നത്? ഇനി ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന ബൈബിളിൽ ഇപ്രകാരമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്: വുമൺ, വാട്ട് ഡസ് ദിസ് ഹാവ് ടു ഡു വിത്ത് മീ? ഇത് എനിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? എൻ്റെ സമയം വന്നില്ലല്ലോ. നാലാമതായി, അതാണ് എന്നെ സ്വാധീനിച്ച് ഞാൻ വേദപുസ്തകമായുള്ള എൻ്റെ ദീർഘയാത്ര ആരംഭിക്കുന്നത് കിങ് ജെയിംസസ് ബൈബിളിൽ കൂടെയാണ്. അത് 1611 അന്നത്തെ രാജാവായിരുന്ന കിങ് ജെയിംസിൻ്റെ താല്പര്യത്തിൽ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തി ഒരു ട്രാൻസ്ലേഷൻ ടീം ഉണ്ടാക്കി ഏറ്റവും മഹനീയമായ വിധത്തിൽ തർജ്ജമ ചെയ്ത് ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് ബൈബിൾ കിങ് ജെയിംസസ് വേർഷൻ. അത് ഇംഗ്ലീഷ് ഭാഷയുടെ വികസനത്തിനും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ തന്നെ പുരോഗതിക്കും അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നെ അത് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. കിങ് ജെയിംസ് വേർഷനിൽ എന്താണ് പറയുന്നത്? അവിടെയാണ് ജീസസ് സെഡ് ടു ദ വുമൺ, വാട്ട് ഹാവ് ഐ ടു ഡു വിത്ത് ദീ? നീയും ഞാനും തമ്മിൽ എന്ത്? അത് തന്നെയാണ് മലയാളം ബൈബിളിൽ എഴുതി വെച്ചത്. അപ്പോൾ അതാണ് ഇന്നത്തെ സത്യമെന്ന് തീരുമാനിക്കാൻ ആരും മടിക്കേണ്ട കാര്യമില്ല. യേശു വളരെ വളരെ കർശനമായിട്ട് തന്നെയാണ് തൻ്റെ അമ്മയോട് പ്രതികരിച്ചത്. അതിൻ്റെ പുറകിൽ എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് വല്ല വിധേനയും യേശുവിനെ ഒന്ന് ബെയിൽ ഔട്ട് ചെയ്യാൻ, യേശുവിനെ ഒന്ന് രക്ഷിക്കാനായി, രക്ഷകനെ രക്ഷിക്കാനായി ചില ആളുകൾ തത്രപ്പെടുന്നത്. സംശയിക്കേണ്ട, യേശു വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് തന്നെ അമ്മയോട് പ്രതികരിച്ചത്. അതിൻ്റെ ആത്മീയമായ മർമ്മം തിരിച്ചറിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ യേശു 2 കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു.
ഒന്ന് സ്വാഭാവികമായി ഉണ്ടായതും, രണ്ട് യേശു പ്രത്യേകമായി വിഭാവന ചെയ്തതും. ഭൗതികമായ ഭവനം നമുക്കറിയാം, ഒരപ്പനും അമ്മയും മക്കളും, അല്ലെങ്കിൽ കേരളത്തിൻ്റെയൊക്കെ പണ്ടത്തെ അവസ്ഥ പറഞ്ഞാൽ വല്യപ്പനും വല്യമ്മയും ഒക്കെ കാണും. ഇപ്പോൾ അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി വന്നു, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും, സാധാരണ ഒരു കുഞ്ഞ്, ഇങ്ങനെ ആയി തീർന്നു. അപ്പം അതൊരു ഭൗതികമായ കുടുംബം. എന്നാൽ വേറൊരു കുടുംബവും ആത്മീയമായ കുടുംബം, അത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആ ഒരു കുടുംബത്തെ യേശു വിഭാവന ചെയ്യുകയാണ്. അത് ആ കുടുംബത്തിൻ്റെ അംഗത്വം പ്രാപിപ്പാനായി പുതിയൊരു ജനനം ആവശ്യമാണ് എന്ന് യേശു നിക്കോദിമോസിനോട് പറഞ്ഞ കാര്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നീ വീണ്ടും ജനിക്കണമെന്ന് നിക്കോദിമോസിനോട് പറഞ്ഞ ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നമ്മുടെ ചിന്ത സഹായിക്കും എന്നുകൊണ്ട് സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അപ്പം അത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ഇത് സംബന്ധമായ മറ്റൊരു സംഭവം, അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യേശു പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് യേശു, എൻ്റെ അമ്മ ആര്, എൻ്റെ സഹോദരന്മാർ ആര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്ന് പറഞ്ഞു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെ വളരെ കൃത്യമാണ്. ഇതിനേക്കാൾ ഈ ഒരു വലിയ വ്യത്യാസത്തെ അവതരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, മറ്റാരെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയുമില്ല. കൃത്യമായും കുടുംബം എന്ന ആശയത്തെ യേശു പുനർനിർവചിച്ച് ഭൗതികമായ ആശയത്തിൽ നിന്ന് ആധ്യാത്മികമായ ഒരു പുനർനിർവചനത്തിലേക്ക് ജനത്തെ ആനയിക്കുന്ന വളരെ അർത്ഥവത്തായ ശ്രദ്ധേയമായ ഒരു വ്യതിയാനം, ഒരു പുരോഗമനം, ഒരു പുതിയ ദർശനം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എങ്കിലും ഇത് 100% ക്രിസ്ത്യാനികളുടെ ഇടയിൽ 2000 വർഷങ്ങളോളം അവഗണിക്കപ്പെട്ടു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതിൽ തന്നെ ഒരു വലിയ ദൂതാണ്, യാഥാർത്ഥ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് എന്ന് മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ അങ്ങ് ഉപസംഹരിക്കുകയാണ്. അപ്പോൾ യേശു വളരെ ശ്രദ്ധിച്ചൊരു കാര്യം, തൻ്റെ ഭൗതികമായ കുടുംബത്തിൻ്റെ ആധിപത്യം, നിയന്ത്രണം, അധികാരം, അവകാശങ്ങൾ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ അവൻ അല്പം പോലും അനുവദിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, അവൻ്റെ ആത്മീയമായ അധികാരത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത, ഉറവിടം, സോഴ്സ്, പിതാവായ ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അത് സാധിക്കണമെങ്കിൽ ഭൗതികമായ കുടുംബം തൻ്റെ മേൽ ന്യായമായും സ്ഥാപിക്കുകയും നിലനിർത്തുകയും പ്രയോഗിക്കുകയും ചെയ്യാൻ സാധ്യമുള്ള നിയന്ത്രണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം അതുപോലെ ഭൂമിയിൽ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള പ്രാവർത്തികമായ സാമാന്യ ബുദ്ധി യേശുവിനുണ്ടായിരുന്നു. ഒന്നുകിൽ നാം ഭൗതികമായ പിതാക്കന്മാരുടെ ഇംഗിതമനുസരിച്ച് കഴിയുക, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ പോലും വന്നേക്കാം. അപ്പനോടും അമ്മയോടും നന്ദിയോട് കാണിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ഇപ്രകാരമാണ്, ദൈവഹിതം നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിപ്പാൻ നിങ്ങളുടെ ഭൗതികമായ അപ്പനോ അമ്മയ്ക്കോ അവകാശമില്ല. ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ അവരെ അനുസരിക്കരുത്. ദൈവഹിതത്തിന് വിലങ്ങുതടിയായി നിൽക്കാനും പ്രവർത്തിക്കാനും മാതാപിതാക്കന്മാർ അവരുടെ അറിവുകേട് കൊണ്ട് മുതിർന്നു വന്നു വരും. അത് വളരെ സാർവലൗകികമാണ്, യാതൊരു സംശയവുമില്ല. മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്
അവരെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിർവഹിക്കാനുള്ള വ്യക്തിത്വം പ്രാപിക്കാനുള്ള പരിശീലനത്തിൽ കൂടെയല്ല, ഈ ലോകത്തിൽ അവർ വിജയിക്കുവാനും ഏറ്റവും സമ്പന്നരായി തീരുവാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രശസ്തി പ്രാപിക്കാനും അവർക്ക് എങ്ങനെ സാധിക്കും, അതിനുവേണ്ടി അപ്രകാരമാണ് അവരെ വളർത്തേണ്ടത് എന്നൊരു കരുതലല്ലാതെ യഥാർത്ഥ ആത്മീയമായ വ്യക്തിത്വം തങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കണമെന്ന താല്പര്യത്തോടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയും വിലമതിക്കുകയും വിഭാവന ചെയ്യുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പല കുഞ്ഞുങ്ങളുടെയും ആത്മീയമായ സാധ്യതയുടെ നാമ്പ് നുള്ളുന്നത് അവരുടെ മാതാപിതാക്കന്മാർ തന്നെയാണ്. അത് വലിയ വലിയ അർത്ഥതലങ്ങളുള്ള ഒരു തിരിച്ചറിവാണ്. ഇത് സംബന്ധമായ ചില വീഡിയോകൾ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. മനഃശാസ്ത്രപരമായ എൻ്റെ അനേക വർഷത്തെ അന്വേഷണത്തിൻ്റെ ഫലമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പല ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടോ ഇല്ലെങ്കിൽ ദയവായി അറിയിക്കുക. പല സാഹചര്യങ്ങളിലും കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരിൽ നിന്ന് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ മനുഷ്യർ തിരിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്ലേറ്റോ. നിങ്ങൾ പ്ലേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായ ദ റിപ്പബ്ലിക് എന്ന പുസ്തകം വായിച്ചാൽ അവിടെ കൃത്യമായി പ്ലേറ്റോ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ വളർച്ച ആരോഗ്യപരമായി തീരണമെങ്കിൽ അവർ ഒരു രാഷ്ട്രത്തിന് നന്മ ചെയ്യുന്ന ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മായി വളരണമെങ്കിൽ അവിടെ പിറവിയിൽ തന്നെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരിൽ നിന്ന് അകറ്റുകയും അവരുടെ പരിശീലനത്തിൻ്റെയും വളർച്ചയുടെയും ചുമതല ആ രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ സർക്കാർ ഏറ്റെടുത്ത് അതിനുതകുന്ന ക്രമീകരണം ചെയ്യുകയും ചെയ്യണമെന്ന് പ്ലേറ്റോ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഏതാണ്ട് 2400 പരം വർഷം കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം ലെബനോൻ കവിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ തെറ്റിദ്ധരിക്കരുത്. അവർ നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല, അവർ നിങ്ങളുടെ ആവനാഴിയിലെ ആയുധങ്ങളുമല്ല. അവരവരുടെ ചിറക് വിരിച്ചു പറന്നു പോകത്തക്കവണ്ണം നിങ്ങൾ അവർക്ക് അവരെ സ്വാതന്ത്ര്യത്തിൽ വളർത്തണമെന്ന് പറഞ്ഞ കവികളെയും നമുക്ക് പരിചയമുണ്ട്. ഖലീൽ ജിബ്രാൻ വളരെ വ്യക്തമായി ഇത് പറയുന്നത് നമുക്കറിയാം. അങ്ങനെ അനേകം ഞാൻ സമയം ലാഭിക്കുന്നതിന് വേണ്ടി കൂടുതലായി ഉദാഹരണങ്ങൾ പറയുന്നത്. അപ്പോൾ മനഃശാസ്ത്രം നിങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാൾ യുങ്ങിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അതിൽ ഏറ്റവും പ്രത്യേകിച്ച് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, അത് വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അനേക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം എപ്രകാരമാണ് മാതാപിതാക്കന്മാരുടെ സ്വാധീനത്തിൽ നശിച്ചു പോകുന്നത്, രോഗബാധിതമായി തീരുന്നത് എന്ന് അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ സ്ഥാപിക്കുന്ന ഒരു ചിത്രീകരണമാണ് ആ പുസ്തകം. അനേക സംഭവങ്ങളെ വിളിച്ച് ഞാനത് മറ്റു വീഡിയോകൾ കൂടെ കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് ഈ തരുണത്തിൽ ഞാൻ അതിന് ഏതായാലും യേശു തിരിച്ചറിഞ്ഞ പ്രാവർത്തികമായ സത്യം, മനുഷ്യൻ ഒരു കുടുംബത്തിൽ ജനിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും അവൻ്റെ വളർച്ചയുടെ ഭാഗമായി കുടുംബത്തെ അതിജീവിച്ച് പുതിയൊരു കുടുംബത്തെ കണ്ടെത്തുവാനുള്ള ആവശ്യം അവനുണ്ട്. ശാരീരികമായി ഭൗതികമായി വളർച്ചയിൽ കൂടെ അവൻ വിവാഹിതനായി അവൻ്റേതായ കുടുംബം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ അതീതമായി തൻ്റെ കുടുംബത്തിൻ്റെ പരിധിയെ അതിജീവിച്ച് ഒരു പുതിയ ആത്മീയ കുടുംബത്തിൻ്റെ അംഗമായി തീരുവാൻ അവന് ആവശ്യമുണ്ട്. ആ കുടുംബത്തിൻ്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് മാത്രമായിരിക്കണം. ഒരു മനുഷ്യനും അവനെ ആരായാലും ആ സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മറ്റ് യജമാനന്മാരുണ്ടാകരുത്, ദൈവമല്ലാതെ മറ്റാരും നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തരുത്, അവരെ നിങ്ങളുടെ നേതാക്കന്മാരായോ രാജാക്കന്മാരായോ നിങ്ങൾ അവരെ അംഗീകരിക്കരുതെന്നൊക്കെ യേശു പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അമ്മ ആരാണ്, എൻ്റെ സഹോദരന്മാരാരാണ്? നമുക്കറിയാം യേശുവിന് 4 സഹോദരന്മാരും 3 സഹോദരിമാരുമുണ്ട്. 4 സഹോദരന്മാരുടെയും പേരുണ്ട്, പക്ഷെ സഹോദരിമാരുടെ പേരില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, യഹൂദന്മാരുടെ സംസ്കാരം അങ്ങനെയാണ്. പിന്നെ
യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിന്ന് തൻ്റെ കുടുംബത്തെ ഏതാണ്ട് 99% മാറ്റി നിർത്തിയിരുന്നു. ആ ഒരു സംശയം. യേശുവിൻ്റെ പിതാവായ ജോസഫ് അദ്ദേഹത്തെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു കേട്ടിട്ടുണ്ടോ? എന്നാൽ നമ്മുടെയൊക്കെ സംസ്കാരം അനുസരിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുന്തളിച്ച് നിൽക്കേണ്ട ജോസഫാണ്. എൻ്റെ മകൻ ജോസഫിനെ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയാൽ കാണത്തില്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ 4 സഹോദരന്മാർ, ഞാൻ പറഞ്ഞില്ല അവർക്ക് പേരുണ്ട്, പക്ഷേ സഹോദരിമാർക്ക് പേരില്ല. അവരുടെ പേരിങ്ങനെയാണ്: ജെയിംസ്, ജോസഫ്, ചിലപ്പോൾ ജൂസസ് എന്ന ചില ഇതിൽ കാണും, പിന്നെ സൈമൺ, പിന്നെ ജൂഡാസ്. 2 സഹോദരിമാരും അവരുടെ പേര് നമുക്കറിയില്ല. ഇവരെ ആരെങ്കിലും യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എടുത്ത് കാണിക്കുകയോ അവരെ മാതൃകയാക്കാൻ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും പ്രത്യേകമായ സീറ്റ് കൊടുത്തു? അങ്ങനെ ഉണ്ടെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നെ നാം ഇവിടെ കണ്ടതുപോലെ വളരെ കൃത്യമായി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തൻ്റെ അമ്മ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇടപെടുന്നതിനെ യേശു ശക്തമായി വിലക്കുന്ന ആ ഒരു രംഗത്തിൽ കൂടെയാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. മാത്രവുമല്ല, യേശു ക്രൂശിൽ മരിക്കുമ്പോൾ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചത് തൻ്റെ 4 സഹോദരന്മാരെയോ 2 സഹോദരിമാരെയോ അല്ല. അവരുടെ ചുമതല ഏൽപ്പിച്ചത് യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനെയാണ്. യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. അതൊക്കെ എത്രയോ അത്ഭുതമായ കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കും. അതുപോലെ തന്നെ യേശു കുടുംബം എന്ന ആശയത്തെ മറ്റൊരു വിധത്തിൽ നിർവചിക്കുന്നത് നമുക്ക് പരിചയമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യം. യേശു പറയുന്നു, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടമില്ല. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശുവിന് അവൻ്റെ മാതാപിതാക്കന്മാർ വസിക്കുന്ന, സഹോദരന്മാർ വസിക്കുന്ന ഒരു ഭവനമുണ്ടായിരുന്നു. അവിടെ അതെൻ്റെ ഭവനമല്ല എന്നല്ല ഈ പറയുന്നത്. മനുഷ്യപുത്രന്, ഇപ്പം യേശു എന്ന വ്യക്തിക്ക് അവിടെ തലചായ്ക്കാൻ ഇടമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. നമ്മുടെ ഭൗതികമായ ഭവനത്തിൻ്റെ പരിധിയിൽ നിന്ന് വെളിയിൽ വരുന്നവൻ മാത്രമേ മനുഷ്യപുത്രനാകുകയുള്ളൂ. അല്ലാത്തവൻ ജോസഫിൻ്റെ പുത്രനായിരിക്കും, ജോർജ് കുട്ടിയുടെ പുത്രനായിരിക്കും, ചെറിയാച്ചൻ്റെയും അവറാച്ചൻ്റെയും ചേച്ചയമ്മയുടെയും പുത്രനായിരിക്കും മനുഷ്യപുത്രനാൻ സാധ്യത. നമുക്കാർക്കും മനുഷ്യപുത്രനായി തീരുവാനുള്ള ധൈര്യമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന വലിയ പ്രസ്താവന, എങ്ങനെയാണ് ഒരു മനുഷ്യ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയങ്ങൾ വരാൻ ഒക്കുന്നത് ഞാൻ അത്ഭുതത്തോട് ചിന്തിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: എനിക്ക് തല ചായ്ക്കാൻ ഇടമുണ്ട്, പക്ഷെ അത് ഇവിടെയല്ല, എൻ്റെ ഭൗതികമായ ഭവനത്തിലല്ല, മനുഷ്യരുടെ ഹൃദയത്തിലാണ്. അവിടെയാണ് എനിക്ക് തല ചായ്ക്കേണ്ടത്. ഞാൻ ഭവനരഹിതനല്ല, തല ചായ്ക്കാൻ ഇടമില്ല, പക്ഷെ എനിക്ക് തല ചായ്ക്കല്ല വേണ്ടത്. മനുഷ്യ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കിടക്ക എനിക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ തലത്തിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ ഈ ഒരു വിടുതൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ്റെ അമ്മയല്ല അവനെ ആദ്യമായി കാണുന്നത്. യേശുവിൻ്റെ ശരീരം അത് അടക്കാൻ വേണ്ടി ഒന്ന് തയ്യാറാക്കാൻ തത്രപ്പെടുന്നത് പോലെ അവൻ്റെ അമ്മയല്ല, മഗ്ദലക്കാരി മറിയയാണ്. അതിന് പല വിധത്തിലുള്ള തികച്ചും മോശമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ വികൃതിയെ തുറന്നു കാട്ടുന്ന വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് തൻ്റെ അമ്മയുടെ മുൻപിലല്ല, മഗ്ദലക്കാരി മറിയയുടെ മുൻപിലാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, യേശു തൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായി കാണുന്ന പത്രോസിനെയാണ്. അദ്ദേഹത്തിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു, അവരാരെങ്കിലും പിടിച്ചു വെക്കണം. എന്നാൽ യേശു മരിച്ച ശേഷം അത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. യെരൂശലേമിൽ രൂപീകരിക്കപ്പെട്ടു വന്ന കൂട്ടത്തിൻ്റെ തലവനാരാണ്? പത്രോസ് അല്ല, യേശുവിൻ്റെ സഹോദരനായ ജെയിംസാണ്, യാക്കോബാണ്. ആ ഒരു സാംസ്കാരികമായ മാറ്റം മറിച്ചിൽ വന്നു തുടങ്ങി. യേശു വിഭാവന ചെയ്ത് മുഴുവനും തച്ചുടച്ച് പഴയ പട്ടിയുടെ വാല് പഴയതുപോലെ ആകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും, അതിനുശേഷം ഉണ്ടായ കോലാഹലങ്ങളും ഒക്കെ നമുക്ക് അപ്പോസ്തലരുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ
ഈ തരുണത്തിൽ അത് പറഞ്ഞ് അതിനായി സമയം മാറ്റി വെക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് രണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരിച്ചറിവുകൾ ഉണ്ടാകണം. ഒന്ന്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനെ നിർവഹിക്കാനുള്ള നമ്മുടെ കടമയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ഭൗതികമായ നമ്മുടെ കുടുംബത്തിനോ ചേർച്ചക്കാർക്കോ ബന്ധുക്കൾക്കോ യാതൊരു അവകാശവുമില്ല. ആ തലത്തിൽ അതിൽ നിന്ന് പരിപൂർണമായ വിടുതൽ, സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്, അർഹതയുണ്ട്. മാത്രവുമല്ല, സത്യമായി പറഞ്ഞാൽ ഞാൻ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്രപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു യാഥാർത്ഥ്യം മറഞ്ഞു കിടന്ന് എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി തിരിച്ചറിഞ്ഞത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചെലുത്തുന്ന അനാരോഗ്യപരമായ സ്വാധീനം കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം നശിച്ചു പോകുന്നു. കള്ളന്മാരും കൊള്ളക്കാരും ബലാത്സംഗക്കാരും മാത്രമല്ല കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്. അവരുടെ മാതാപിതാക്കന്മാർ അവരറിയാതെ പലപ്പോഴും സതുദ്ദേശത്തോടുകൂടെ കുഞ്ഞുങ്ങളോട് വലിയ ദ്രോഹം ചെയ്യുന്നുവെന്ന യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുവാൻ ഈ ഒരു ആത്മീയമായ മർമ്മം നമ്മെ സഹായിക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, എപ്രകാരം നമുക്ക് നമ്മുടെ ഭൗതികമായ കുടുംബത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനോടുള്ള അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സഭകളോടുള്ള അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ ആവശ്യമുണ്ട്. സഭകളുടെ അധികാരമാണ് പരമാധികാരം എന്ന് നാം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയുന്നത്? എന്നാൽ അത് വരാതിരിക്കേണ്ടത് വേണ്ടി സഭകൾ പഠിപ്പിക്കുന്നത് സഭയുടെ ഹിതമാണ് ദൈവഹിതം. അതിനേക്കാൾ വലിയ എമണ്ടൻ അസത്യമില്ല. ലോകത്തിലെ വലിയ അസത്യങ്ങളിൽ ഒന്നാണ് സഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഹിതമാണ് ദൈവഹിതം എന്നത്. കാരണം ദൈവഹിതത്തെ വ്യക്തിപരമായി ആത്മീയ സ്വാതന്ത്ര്യത്തിൽ തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിപ്പാനുള്ള അവകാശം ജനങ്ങൾക്കില്ലാതിരിക്കേണ്ടതിനാണ് സഭാധികാരികളുടെ ഇംഗിതമാണ് ദൈവഹിതം എന്ന് ജനങ്ങളെ പഠിപ്പിക്കും. പലപ്പോഴും ബഹുഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് വിരുദ്ധമാണ് സഭാധികാരികളുടെ ഹിതം എന്ന് ദയവായി തിരിച്ചറിയും. നമുക്കറിയാം, മനഃശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യം, വളരെ കൗതുകമേറൊരു കാര്യം വളരെ ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തട്ടെ. പറയുന്നത്, ദ ലൈഫ് യു ഹാവ് നോട്ട് ലിവ്ഡ് ആൻഡ് നോട്ട് ദ ലൈഫ് യു ഹാവ് ലിവ്ഡ് ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അംശം എന്താണ്? നിങ്ങൾ ജീവിച്ച അംശമല്ല, ജീവിക്കാൻ മറന്നുപോയ അംശമാണ്. നിങ്ങളുടെ ജീവിതത്തെ രണ്ട് കഷ്ണങ്ങളായി കീറി മുറിക്കാം. ഒന്ന്, നിങ്ങൾ ജീവിച്ചത്. രണ്ട്, നിങ്ങൾ ജീവിക്കാൻ മറന്നുപോയത്, അല്ലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്. ആ ഒരു വെളിച്ചത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോയ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അംശത്തെ നമ്മിൽ നിന്ന് അപഹരിച്ചത് ആരാണ്? നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന, അതിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം കുഞ്ഞുങ്ങളെ കണ്ട് അവരെ പരിശീലിപ്പിച്ച് നിയന്ത്രിച്ച് പരുവപ്പെടുത്തി വളർത്തുന്ന അമ്മയപ്പന്മാർ. ഈ അതേ സംസ്കാരത്തിൽപ്പെട്ടിരിക്കുന്ന സഭ മാമോൻ ആരാണ്, ദൈവം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ സഭയുടെ അധികാരത്തെ ജനങ്ങളുടെ മേൽ കുറുവടി കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന പോലെ അടിച്ചേൽപ്പിക്കുന്ന സഭ. ഇവയെല്ലാം കൂടെ ചേർന്ന്, പിന്നെ രാഷ്ട്രീയം ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണ്, നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം പോലെ, ഇവയെല്ലാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ വേണ്ടതുപോലെ അർത്ഥവത്താക്കാനുള്ള നമ്മുടെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ നമ്മിൽ നിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് അവരെ വിടുവിക്കുവാൻ, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ. ആ ഒരു അവസ്ഥയിലായിത്തീരാൻ കഴിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തിൽ എന്നത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യേശു പറയുന്നത്,
ഞാൻ വന്നത് ബെത്സരെ വിടുവിക്കാനാണ്. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് മടങ്ങിപ്പോകാം. യേശു യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് നോക്കുമ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ ഉണർത്തുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ന്. അത് സ്വന്തം അമ്മയോടാണ് ചോദിക്കുന്നത് എന്നതോർത്താൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുന്നതിലേക്കുള്ള ഒരു ചെറിയ സംഭാവന എന്ന വിധത്തിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളടക്കം വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ആശയത്തെ നിങ്ങൾ പിന്തുടരുകയും ഇതിൽ കൂടുതലായി വ്യക്തത പ്രാപിപ്പാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.